Don't forget to like, share and subscribe Ada 24/7 channel. Also download Ada 24/7 app. Don't forget to like, share and subscribe Ada 24/7 channel. Also download Ada 24/7 app. Hello, Namaskaram. Good evening everyone. Welcome to Ada 24/7 Malayalam channel. എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇന്ന് ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഇംഗ്ലീഷിലെ 4ാമത്തെ ക്ലാസ്സുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പ്രൊനൗൺസ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ടൈപ്സ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ, റാങ്ക് ബൂസ്റ്റർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ക്വിസിൻ്റെ സെഗ്മെൻ്റ് ആയാലും, അതുപോലെ തന്നെ ഇന്നലെ മാരത്തൻ്റെ സെഷൻ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി പ്രൊനൗൺസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ LDCക്കും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിന് വരാറുണ്ട്. അപ്പോൾ പ്രൊനൗൺസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, പ്രൊനൗൺസിൽ എങ്ങനെ തരം ക്വസ്റ്റ്യൻസ് വരാം, ഏത് ടൈപ്പിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ളതൊക്കെ റിവൈസ് ചെയ്ത് പോകണം എന്നുള്ളൊക്കെ ഒരു ഇതായിട്ടാണ് ഇന്നത്തെ ഫൗണ്ടേഷൻ കോഴ്സുമായിട്ട് വരുന്നത്. ഫൗണ്ടേഷൻ ക്ലിയർ ആയാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് പോകേണ്ടത് എന്നുള്ളത് ഇന്നത്തെ സെഗ്മെൻറ്റോടെ നോക്കാം. അതാണ് ഇന്നത്തെ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതാ നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റ് നല്ല ഡീറ്റെയിൽ ആയിട്ട് കൈകാര്യം ചെയ്തു പോകാം. അപ്പോൾ ഓർക്കുക, നമ്മുടെ Ada 24/7.com വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്കറിയാം നമുക്ക് 77% ഫ്ലാറ്റ് ഓഫർ ഉണ്ട് എല്ലാ സ്റ്റഡി മെറ്റീരിയൽസിലും. നിങ്ങൾക്ക് എൻ്റെ Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്ട്സ് എടുക്കാവുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്, കേരള PSCക്ക് വേണ്ടിയിട്ടുള്ളൊരു എക്സാം ടെസ്റ്റ് സീരീസ് പാക്കേജ് നിങ്ങൾക്കുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. 500 രൂപയാണ്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഫ്ലാറ്റ് 77% ഓഫർ ആയതുകൊണ്ട് 100 രൂപ 100 ചില്ലറ രൂപയ്ക്ക് നിങ്ങൾക്കത് ലഭ്യമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കുക, എല്ലാ കേരള PSC എക്സാംസിനും വേണ്ടിയിട്ടൊരു മുതൽക്കൂടാണ്. എല്ലാ സിലബസും കംപ്ലീറ്റ്ലി കൈകാര്യം ചെയ്യുന്ന ടെസ്റ്റ് സീരീസ് പാക്കേജാണ്. അപ്പോൾ Y314 എന്ന എൻ്റെ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്കത് പാക്ക് സബ്സ്ക്രൈബ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമുക്കിന്ന് വളരെ പോസിറ്റീവ് നോട്ടിൽ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ദ ഫാസ്റ്റസ്റ്റ് വേ ടു പാസ് യുവർ ഓൺ എക്സ്പെക്ടേഷൻ ഇസ് ടു ആഡ് പാഷൻ ടു യുവർ ലേബർ. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ, നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ടേഷൻ ഉണ്ടല്ലേ, സർക്കാർ ജോലി കിട്ടണമെന്നുള്ള എക്സ്പെക്ടേഷൻ, അത് നമുക്ക് കൈകാര്യം ചെയ്ത് പാസ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, എന്ത് പ്രവൃത്തിയാണ് നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന അതിനോട് കുറച്ച് പാഷനോട് നമ്മൾ കൈകാര്യം ചെയ്ത് കൊടുത്തു വിടണം. എന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരിയല്ലേ, നമുക്ക് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ആഡ് സം പാഷൻ ടു അവർ ലേബർ. അപ്പോൾ ഇന്ന് പ്രൊനൗൺസിനെ പറ്റി പഠിക്കാൻ പോകുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോവാണ്, ഓരോ പ്രൊനൗൺസിനെ പറ്റി. അപ്പോൾ ആദ്യമായി തന്നെ നമുക്ക് പരിചയമുള്ള കുറച്ച് പ്രൊനൗൺ നമുക്കറിയാം. ഐ എന്ന പ്രൊനൗൺ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ഐയുടെ കൂടെ ഉപയോഗിക്കുന്ന ആം. യു എന്ന പ്രൊനൗൺ നമുക്ക് ഉപയോഗിക്കുന്ന പരിചയമുണ്ട്. നീ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പ്ലൂറലിലും പറയുന്ന നീ. ഐയുടെ അതുപോലെ തന്നെ പ്ലൂറലിൽ വരുന്ന വി, നമ്മൾ എന്ന് വരുന്നത് നമുക്കറിയാം പ്ലൂറലിൽ ഉപയോഗിക്കുന്നുണ്ട്. ഹി എന്ന് പറയുന്ന പ്രോനൗൺ ഉണ്ട്. ഷീ എന്ന് പറയുന്ന പ്രോനൗൺ ഉണ്ട്. അതുപോലെ ഇറ്റ് എന്ന് പറയുന്ന പ്രോനൗൺ ഉണ്ട്. അതുപോലെ ദേ എന്ന് പറയുന്ന പ്രോനൗൺ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വലിയ പരിചിതമായ പ്രോനൗണുകളാണ് അല്ലേ. അപ്പോൾ പ്ലൂറല് അതുപോലെ സിംഗുലറായ പ്രോനൗണുകളാണ്. ഈ പ്രോനൗണിന്റെ പ്രത്യേകത എന്താണ്? പല കാറ്റഗറൈസേഷൻ ഉണ്ട്, പല ടൈപ്സ് ഉണ്ട് പ്രോനൗണുകളിൽ. അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് പ്രോനൗണിനെ പറ്റി അറിയാവുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് അതുപോലെ കുറച്ച് പ്രോനൗണുകൾ. ഇതേ നോക്കിക്കേ. സംവൺ, സംതിങ്, ഓൾ, ഈച്ച്, എവ്രിവൺ, എനിവൺ, എനിത്തിങ്, ഹൂ, വാട്ട്, ഐ, വി, യു, ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. ഇവയെല്ലാം പ്രോനൗണുകളാണ്. പക്ഷേ ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോനൗൺസ് ആണെന്ന് മാത്രം. എല്ലാം പ്രോനൗൺ ആണ്, പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നു. ഇതൊക്കെ പ്രോനൗൺ ആണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമായിരിക്കും. ഏകദേശം അറിയായിരിക്കും. ഒന്ന് ബ്രഷപ്പ് ചെയ്ത് വിടുന്നു, നമ്മുടെ ഫൗണ്ടേഷൻസ് ഒന്ന് സെറ്റ് ആക്കുന്നു, എന്നിട്ട് നമുക്ക് പോകാം അടുത്തതിലോട്ട്. അപ്പോൾ എക്സാമ്പിൾസ് ഉണ്ട് കുറച്ച്, അത് എക്സാമ്പിൾസ് നമ്മൾ ചെയ്ത് വിടാൻ പോകണം കേട്ടോ. നമ്മൾ പ്രോനൗൺ ഉപയോഗിക്കുന്നത് തന്നെ എന്തിനാണെന്ന് അറിയാം. ഈ പ്രോനൗണുകളൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ നൗണിന് പകരം, നൗണിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോനൗൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നൗണ് റെപ്പറ്റീഷൻ വരാതിരിക്കാൻ, അവോയ്ഡ് റെപ്പറ്റീഷൻ അവോയ്ഡ്, അതായത് നൗണിന്റെ റെപ്പറ്റീഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും ഈ പറയുന്ന പ്രോനൗൺ ഉപയോഗിക്കും. അതുപോലെ തന്നെ പിന്നെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ടാണ് നമ്മൾ പ്രോനൗൺ ഉപയോഗിക്കുന്നത്? ഒന്ന് നൗണ്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്തത് റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടി. വേറെ എന്താ? നമുക്കറിയില്ല, നമുക്ക് അൺനോൺ ആയ ഒരു ഫാക്ടറാണ്. അറിയില്ലാത്ത ഒരാളെ പറ്റിയാണെങ്കിൽ അവരുടെ പേരോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് അൺനോൺ ആണ് അല്ലെങ്കിൽ അൺകോമൺ ആണ്.
അൺനോൺ എന്ന് തന്നെ എഴുതാം. അൺനോൺ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഉപയോഗിക്കുന്നതാണ് പ്രോനൗണുകൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളെ പറ്റി ഒന്ന് ഐഡിയ വേണം. ഒന്ന് നൗണിനെ റീപ്ലേസ് ചെയ്യാൻ, രണ്ടാമത്തെ നൗണിന്റെ റിപ്പറ്റീഷൻ ഒഴിവാക്കാൻ, മൂന്നാമത്തത് അൺനോൺ ആണ്, നമുക്ക് നൗണിനെ പറ്റി അറിയില്ല, അപ്പൊ അത് പ്രോനൗൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാം അവൻ അവള് എന്നൊക്കെ പറഞ്ഞ പേരറിയില്ലെങ്കിൽ പറയുന്നത് അല്ലേ. അപ്പോൾ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിവിടാം. ഓക്കെ, റിച്ചർഡ് ഇസ് മൈ ഫ്രണ്ട്. റിച്ചർഡ് ഇസ് മൈ ഫ്രണ്ട്. റിച്ചർഡ് എന്ന ഒരാളുടെ പേര്. ഇത് നൗണാണ്, നമുക്കറിയാം സബ്ജക്റ്റ് നൗണാണ്. നെക്സ്റ്റ് സെന്റൻസ് പറയുകയാണ് ഡാഷ് ലിവ്സ് ഇൻ ഫ്രാൻസ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് റിച്ചർഡ് എന്ന് ഇടാം, പക്ഷേ റിച്ചർഡ് ഈസ് മൈ ഫ്രണ്ട്, റിച്ചർഡ് ലിവ്സ് ഇൻ ഫ്രാൻസ് എന്ന് പറഞ്ഞ് വരില്ല. അതിന് പകരം നമ്മൾ എന്ത് എഴുതും? റിച്ചർഡ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി, റിച്ചർഡ് എന്ന് പറയുന്ന ഒരു ആണാണ് എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് റിച്ചർഡിന് പറ്റിയ ഒരു പ്രോനൗൺ ഉപയോഗിക്കാം, പേഴ്സണൽ പ്രോനൗൺ ഉപയോഗിക്കാം, ഹി. ഹി ലിവ്സ് ഇൻ ഫ്രാൻസ്. അതുപോലെ നോറ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. നമുക്ക് നോറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പറ്റി പറയുന്നു, അവിടെ ഒരു നൗണാണ്, ഒരു പെൺകുട്ടിയാണ്. അപ്പൊ നമുക്ക് നോക്കാം, നോറ ലിവ്സ് വിത്ത് ഹെർ ഗ്രാൻഡ് പേരൻസിന് പകരം നമുക്ക് ഉപയോഗിക്കാം ഷീ ലിവ്സ് വിത്ത് ഹെർ ഗ്രാൻഡ് പേരൻസ് എന്ന് പറയാം അല്ലേ. ആ പ്രോനൗൺ ഉപയോഗിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇൻ ദ സെൻസ് റിപ്പീറ്റേഷൻ ഒഴിവാക്കാം. അതുപോലെ തന്നെ നമുക്ക് അറിയാം ഒരു പെൺകുട്ടിയാണെന്ന് അറിയാം, അതുകൊണ്ട് ഷീ എന്ന് ഉപയോഗിക്കാം. അതുപോലെ എ കൗ ഇസ് എ വെരി യൂസ്ഫുൾ ആനിമൽ. ഒരു പശു എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയ ഒരു ആനിമലാണ് അല്ലെ. അപ്പൊ നോക്കിയേ, കൗ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു നൗണാണ് അല്ലെ, നൗണാണ്. ഒരു കൗ എന്ന് പറയുന്ന ഒരു നൗണാണ്. അപ്പൊ നമുക്കതിനെ എന്ത് പറയാം? ആനിമൽസിനെ ഇറ്റ് എന്ന് പറയും നമ്മൾ അല്ലെ. ആനിമൽസിനും തിങ്സിനും നമ്മൾ ഇറ്റ് എന്ന് പറയും. സോ ഇറ്റ് ഗിവ്സ് അസ് മിൽക്ക് എന്ന് പറയാം, ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെ. അതിനെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ ഒരു അവസ്ഥയിൽ. പിന്നെ നോക്കിയേ, ജാക്ക് ലവ്സ് ജെനി. ജാക്ക് ലവ്സ് ജെനി. ജാക്കിന് ജെനിയെ ഇഷ്ടമാണ്. നോക്കിയേ, അപ്പം ഡാഷ് വോണ്ട്സ് ടു മാരി ഡാഷ്. ജാക്കിന് ജെനിയെ ഇഷ്ടമാകുമ്പം സബ്ജക്റ്റ് ജാക്കും ഒബ്ജക്റ്റ് ജെനിയാണ്. അപ്പൊ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ജാക്കിന് ജെനിയെ ഇഷ്ടമായത് കൊണ്ട് നമുക്ക് ജാക്ക് ആണാണ്, അതുകൊണ്ട് ഹി എന്ന് കൊടുക്കാം. ഹി വോണ്ട്സ് ടു മാരി. ജെനി ഒബ്ജക്റ്റ് ആണ്, അപ്പൊ ഒബ്ജക്റ്റീവ് പ്രോനൗൺ കൊണ്ടുവരണം. ഏത് വരണം? ഷീ എന്ന് വരാൻ പറ്റില്ല. ഷീ എന്ന് പറയാൻ പറ്റുമോ? ഷീ സബ്ജക്റ്റീവ് പ്രോനൗൺ. അപ്പൊ ഷീക്ക് വരെ നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഹെർ എന്ന ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആഡ് ചെയ്യുന്നു. ഹി വോണ്ട്സ് ടു മാരി ഹെർ. ഓക്കെ, അപ്പൊ സബ്ജക്റ്റീവ് പ്രോനൗൺ ഉണ്ട്, ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഉണ്ട്. ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. അത് നമുക്ക് നോക്കാൻ പോകാം. അടുത്ത് നോക്കിയേ, വാക്കിംഗ് ഇസ് എ ഗുഡ് എക്സസൈസ്. നടത്തം. നടത്തം എന്ന് പറയുന്ന ING ഫോമിൽ ജെറണ്ട് ആണ്, അത് സബ്ജക്റ്റ് ആണ്. നോക്കിയേ, വാക്കിംഗ് ഇസ് എ ഗുഡ് എക്സസൈസ്. ജെറണ്ട് ഫോമുലേഷൻ ഇവിടെ നൗൺ ആണ് കേട്ടോ. അപ്പോൾ ഓർക്കാം, വാക്കിംഗ് ഇസ് എ ഗുഡ് എക്സസൈസ്. വാക്കിംഗ് ഒരു നല്ല എക്സസൈസ് ആണ്. ഡാഷ് ഇസ് യൂസ്ഫുൾ ഫോർ ഹെൽത്ത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഹെൽത്ത് അല്ലെ. നടത്തം ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഹെൽത്ത്. ആ ഒരു സാധനം എന്തിനു കൊള്ളും? ഹെൽത്ത്, നല്ല ഹെൽത്തിന് കൊള്ളും എന്ന് നമ്മൾ പറയാണ്. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്താണ് ഈ പറയുന്ന യൂസേജ്, പേഴ്സണൽ പ്രോനൗണിന്റെയും അതുപോലെ പ്രോനൗണുകളുടെ ഒബ്ജക്റ്റീവ് കേസും സബ്ജക്റ്റീവ് കേസും ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയുള്ളൂ. ഇതൊരു ബേസിക്സ് മാത്രമാണ്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് വേണ്ടി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അടുത്ത് നോക്കാം, ഇനി നമ്മൾ ടൈപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകും. നോക്കിയേ, ആദ്യത്തെ ടൈപ്പാണ് പേഴ്സണൽ പ്രോനൗൺസ്. പേഴ്സണൽ പ്രോനൗൺ ആണ് നമ്മൾ പഠിച്ച ഐ, ഹി, ഷീ, ഇറ്റ്. അതുപോലെ നമുക്ക് നൗണ് എന്താണ്? ഐ, ഹി, ഷീ, ഇറ്റ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ പ്ലൂറൽ ഉണ്ട് അല്ലെ, യു, വി, ദേ എന്നുള്ളത് പ്ലൂറലാണ്. ഓക്കെ, അതുപോലെ നോക്കിയേ, ഇന്റർഗേറ്റീവ് പ്രോനൗൺസ് ഉണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോനൗൺസിനെ ഇന്റർഗേറ്റീവ് പ്രോനൗൺസ് ഉപയോഗിക്കും. പേഴ്സണൽ പ്രോനൗൺസ് വേറെ, ഇന്റർഗേറ്റീവ് പ്രോനൗൺസ് വേറെ, റിലേറ്റീവ് പ്രോനൗൺസ് അതിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോനൗൺസ് ഉണ്ട്, റിലേറ്റീവ് പ്രോനൗൺസ് ഉണ്ട്. ഡിമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും, അതായത് ഇത്, അത് എന്നൊക്കെ പറഞ്ഞ അല്ലെ, ദിസ്, ദാറ്റ്, ദീസ്, ദോസ് എന്നൊക്കെ പറയുന്ന പ്ലൂറലും സിംഗുലറും വരുന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗണുകളുണ്ട്. അതിൽ പെടും അല്ലെ, ദിസ്, ദാറ്റ്, ഇവയാണ്. ദിസ്, ദാറ്റ് വരും, പിന്നെ സച്ച് വരും, അതുപോലെ വൺ വരും, അതുപോലെ എന്ത് വരും? ദീസ് വരും, അതുപോലെ ദോസ് വരും. ഇവയെല്ലാം ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗണുകളുടെ ഘടകത്തിൽ പെടുന്നവയാണ്. പിന്നെ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ഉണ്ട്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എവ്രിബഡി, എനിബഡി, എവ്രി വൺ, സംബഡി, സംതിങ്, അങ്ങനെയുള്ള ഇൻഡെഫിനിറ്റ് പ്രോനൗണുകൾ നമ്മുടെ ഇടയിലുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ആയിട്ട് പോകും. അതുപോലെ ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് സെൻസിലോട്ട് വരുമ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോനൗൺസ് വേറെ ഉണ്ട്. ഈച്ച്, മെനി, മച്ച്, അതുപോലെ തന്നെ ഐദർ, നൈദർ, അങ്ങനെ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണുകളും ഉണ്ട്. അത് നമുക്ക് നോക്കി വിടണം. അതുപോലെ റെസിപ്രോക്കൽ പ്രോനൗണുകളുണ്ട്. റെസിപ്രോക്കൽ ഫംഗ്ഷൻ, മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഈച്ച് അതർ എന്നുള്ള പറയുന്നതൊക്കെ. ഓക്കെ, വൺ അനദർ, അങ്ങനെ റെസിപ്രോക്കൽ ഫംഗ്ഷൻസ് പറയുന്ന പ്രോനൗണുണ്ട്. അതുപോലെ എക്സ്ക്ലമേറ്ററി പ്രോനൗണുകളുണ്ട്. എക്സ്ക്ലമേഷൻസ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്ക്ലമേറ്ററി പ്രോനൗണുണ്ട്. റിഫ്ലെക്സീവ് പ്രോനൗണുണ്ട്. റിഫ്ലക്സീവ് ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോനൗൺ മൈ സെൽഫ്, ഹിംസെൽഫ്, വൺ സെൽഫ്. ഒരു എക്സാമ്പിൾ പറയാം, മൈ സെൽഫ് റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ്. അതുപോലെ തന്നെ വൺ സെൽഫ്
ഹിംസെൽഫ്, ദംസെൽവ്സ്, അവർസെൽവ്സ്, വൺ സെൽഫ് എന്നൊക്കെ പറയാം. ഇനി എംഫാറ്റിക് പ്രോനൗൺ ഉണ്ട്, വേറൊരെണ്ണമാണ് എംഫാറ്റിക് പ്രോനൗൺ. ഈ എംഫാറ്റിക് പ്രോനൗണുകൾക്കും അതുപോലെ തന്നെ റിഫ്ലെക്സീവ് പ്രോനൗണുകൾക്കും ഏകദേശം ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഈ പ്രോനൗണിൻ്റെ ഒരു നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈസി ഇംഗ്ലീഷ് എന്ന കോഴ്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ കോഴ്സ് എടുക്കാം, ഇൻറ്റഗ്രേറ്റഡ് കോഴ്സിലൂടെയോ അല്ലെങ്കിൽ ഈസി ഇംഗ്ലീഷ് നമ്മുടെ കോഴ്സിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് പ്രോനൗണിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനി നമുക്ക് ഓരോന്നായിട്ട് വിഭജിച്ച് എങ്ങനെയാണ് ഓരോന്നും നോക്കുക, എങ്ങനെയാണ് കൈകാര്യം ചെയ്യാന്നൊക്കെ നോക്കാം. ഓക്കെ, ഓക്കെ. പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ നമുക്കറിയാം, പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ ഹിയോ ഷിയോ വരുമ്പോൾ ഹാസ് നമ്മൾ പറയും. അതുപോലെ ദേ അല്ലെങ്കിൽ ദേ പ്ലൂറലോ വരുമ്പോൾ അല്ലെങ്കിൽ ഐ വരുമ്പോൾ, ദേ അല്ലെങ്കിൽ ഐ വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ദാ ഹാസ് ഷീക്കും ഇതിന് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഹാവ് നമ്മൾ ഇതിന് ഉപയോഗിക്കും, ഇതിനാണ് ഉപയോഗിക്കും. ദേക്കും ഐക്കും യുവിനും ഉപയോഗിക്കും അല്ലേ. ഹീഷും ഷീക്കും എന്ത് ഉപയോഗിക്കും? ഡസ് ഉപയോഗിക്കും. ഹീക്കും ഷീക്കും മാത്രമല്ല ഇറ്റിനും ഡസ് ഉപയോഗിക്കും അല്ലേ. ദേക്കും ഐക്കും യുവിനും ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡു ഉപയോഗിക്കും. പ്ലൂറലോട്ട് വരുമ്പോൾ പ്ലൂറലാകുമ്പോൾ അങ്ങനെ ഉപയോഗിക്കും. വി ഒക്കെ വരുമ്പോഴും ഉപയോഗിക്കും കേട്ടോ. അതൊക്കെ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. പ്രോനൗണുകളുടെ ഒരു എക്സാമ്പിൾ, പേഴ്സണൽ പ്രോനൗണുകളുടെ ഒരു എക്സാമ്പിൾ. ഹീയും ഷീയും വരുമ്പോൾ പാസ്റ്റ് ആണെങ്കിൽ വാസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ദയും വിയും ഒക്കെ ആണ് വരുന്നെങ്കിൽ വേറെ ഉപയോഗിക്കും അല്ലേ. ഐ വന്നാൽ നമ്മൾ വാസാണ് ഉപയോഗിക്കാം. പക്ഷേ ദയും വിയും വരുമ്പോൾ വേറെ ഉപയോഗിക്കും, യു വരുമ്പോഴും വേറെ ഉപയോഗിക്കും പ്ലൂറലാണെങ്കിൽ. അതുപോലെ നോക്കിയേ, ഹീ ആണെങ്കിലും ഷീ ആണെങ്കിലും ഇറ്റ് ആണെങ്കിലും ദേ ആണെങ്കിലും വി ആണെങ്കിലും യു ആണെങ്കിലും ഒക്കെ ഹാഡ് ഒറ്റ ഒരു ഇതേ ഉള്ളൂ, പാസ്റ്റിന് വേറെ വ്യത്യാസമില്ല, പ്ലൂറലൊന്നുമില്ല, അതുകൊണ്ട് അത് ഉപയോഗിക്കും. അടുത്ത് നോക്കിയേ, ഹീ ആണെങ്കിലും ഷീ ആണെങ്കിലും ദേ ആണെങ്കിലും വി ആണെങ്കിലും യു ആണെങ്കിലും ഒക്കെ നമ്മൾ ഡിഡ് ഉപയോഗിക്കും. ഡൂവിൻ്റെ പാസ്റ്റ് ആണെങ്കിൽ അതാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രോനൗണുകളുടെ പ്രത്യേകത. ഇവ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് നമ്മൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കണം. അപ്പം പേഴ്സണൽ പ്രോനൗണുകളായ ഹീ ഒരു പേഴ്സണൽ പ്രോനൗൺ ആണ്, ഷീ ഒരു പേഴ്സണൽ പ്രോനൗൺ ആണ്, ദേ ആണ്, ഐ ആണ്, ഇവിടെ യു ഉണ്ട് അല്ലേ, യു ഉണ്ട് നമുക്കറിയാം. പിന്നെ വേറെ ഏതാ ഉള്ളത്? ദേ ഉണ്ട്, ഹീ ഉണ്ട്, യു ഉണ്ട്, വി ഉണ്ട്, നമുക്ക് അത് ഉപയോഗിക്കാം. പ്ലൂറലിൽ വി ഉണ്ട് അല്ലേ, യു ഉണ്ട്, വി ഉണ്ട്. പിന്നെ ഹീ ഷീ ഇറ്റ് ഉണ്ട് അല്ലേ, ഇറ്റ് പറയാൻ പറ്റും, ഇറ്റ് ഉണ്ട്. അതുപോലെ ദേ ഉണ്ട്. ഇത്ര നമ്മൾ പോയി. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇതെല്ലാം അടങ്ങുന്ന ഒരു മൊത്തത്തിൽ അടങ്ങുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ പറയുന്ന പേഴ്സണൽ പ്രോനൗണുകൾ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു കോളം വെച്ചിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പേഴ്സണൽ പ്രോനൗണുകളെ നമ്മൾ 3 കേസസ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. സബ്ജക്റ്റീവ് കേസ്, ഒബ്ജക്റ്റീവ് കേസ്, പൊസസീവ് കേസ്. ഞാൻ ഇന്നാൾ ഡിസ്കസ് ചെയ്ത് വിട്ടപ്പോൾ ഏകദേശം പറഞ്ഞൊരു കാര്യമാണ്. ഐ എന്നാണ് സബ്ജക്റ്റീവ് കേസിന് പറയുന്നത്, പക്ഷെ ഒബ്ജക്റ്റീവ് കേസിൽ വരുമ്പോൾ മീ എന്നാകും. പക്ഷേ പൊസസീവ് കേസിലോട്ട് വരുമ്പോൾ, പൊസസീവ് പ്രോനൗൺ ആയിട്ട് വരുമ്പോൾ അത് എന്ത് വരും? പൊസസീവ് പ്രോനൗൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് വരും? മൈൻ വരും. പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ മൈ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ കണ്ടോ, 2 ഇതിലുള്ളത്. ഇത് അഡ്ജക്റ്റീവ്സിന്റെ ഗണമാണ്. ഓക്കെ, പൊസസീവ് അഡ്ജക്റ്റീവ്സിന്റെ ഗണമാണ്. ഇത് പ്രോനൗണിന്റെ ഗണമാണ് കേട്ടോ. അതാണ് വ്യത്യാസം. പലപ്പോഴും പലർക്കും ഇതാണ് പ്രോനൗണുകൾ. പൊസസീവ് ഇത് മൈൻ, അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, ഹെർ, ദേഴ്സ് എന്നൊക്കെയുള്ളത് പൊസസീവ് കേസുകളിലെ പ്രോനൗൺ ആണ്. പൊസസീവ് കേസിലെ അഡ്ജക്റ്റീവ് ആണ് മൈ. മൈയുടെ കൂടെ എപ്പോഴും എന്ത് വരണം? ഒരു നൗൺ വരണം. മൈ പെൻ, അവർ പെൻ, യോർ പെൻ, ഹിസ് പെൻ, ഹെർ പെൻ, ഇറ്റ്സ് പെൻ, ദെയർ പെൻ. പക്ഷേ ഇറ്റ്സ് എന്ന് പറയുന്ന പൊസസീവ് പ്രോനൗൺ ഇറ്റിന് ഇല്ല. അത് ഓർക്കാട്ടോ, പ്രോനൗൺ ഇല്ല. അതുപോലെ വി എന്ന് വരുമ്പോൾ നോക്കിയേ, വിയുടെ ഒബ്ജക്റ്റീവ് കേസ് അസ്സാണ്. അതുപോലെ ഇതിൻ്റെ ഞാൻ പറഞ്ഞു, മീയുടെ പൊസസീവ് കേസ് മൈനാണ്. അസിൻ്റെ പൊസസീവ് കേസ് അവേഴ്സ് ആണ്. യുവിൻ്റെ യു തന്നെയാണ് അല്ലേ, യുവിന് യു തന്നെയാണ്, പക്ഷേ പൊസസീവ് കേസ് യുവേഴ്സ് ആണ്. ഹീൻ്റെ ഹിം ആണ് ഒബ്ജക്റ്റീവ് കേസ്, പക്ഷേ ഹിസ് ആണ് പൊസസീവ് കേസ്. അതുപോലെ തന്നെ ഷീക്ക് നോക്കിയേ, ഷീയുടെ ഒബ്ജക്റ്റീവ് കേസ് ഹെർ ആണ്, പക്ഷേ പൊസസീവ് കേസ് ഹേഴ്സ് ആണ്, അവളുടേത് എന്നുള്ളത്. അടുത്തത് ഇറ്റിൻ്റെത് ഇറ്റ് തന്നെയാണ്. ഇവിടെ ഇല്ല, ഞാൻ പറഞ്ഞു ഇതിന് ഇല്ല, പക്ഷെ അഡ്ജക്റ്റീവായിട്ട് ഉണ്ട് എന്നുള്ളത് കാര്യം ഓർക്കാം. പിന്നെ ദേയുടേത് നോക്കിയേ, ദെമ്മാണ് ഒബ്ജക്റ്റീവ് കേസ്, ദയേഴ്സ് ആണ് പൊസസീവ് കേസ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ പ്രോനൗണിനെ പറ്റി പഠിക്കുമ്പോൾ സബ്ജക്റ്റ് ആകുമ്പോൾ എങ്ങനെ ഉപയോഗിക്കും, ഇവ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതും, ഒബ്ജക്റ്റ് ആയിട്ട് വന്ന് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതും. ഒബ്ജക്റ്റീവ് കേസ് അല്ലെങ്കിൽ അക്യൂസേറ്റീവ് കേസ് ഇങ്ങനെയാണ്. സബ്ജക്റ്റീവ് കേസ് അല്ലെങ്കിൽ നോമിനേറ്റീവ് കേസ്, ഒബ്ജക്റ്റീവ് കേസ് അല്ലെങ്കിൽ അക്യൂസേറ്റീവ് കേസ്, പൊസസീവ് കേസ് അല്ലെങ്കിൽ ജെനറ്റീവ് കേസ് എന്നൊക്കെ ഇതിന് പറയും. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചു വിടണം കേട്ടോ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചു വിടാം. മൂവിങ് ടു നെക്സ്റ്റ് വൺ, അടുത്തതിലോട്ട് നോക്കാം. പ്രോനൗണിന്റെ കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാം. ഈ പ്രോനൗണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? പ്രോനൗൺ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന റൂൾ ഇതാണ്. ഇംഗ്ലീഷിലെ ഒരു ബേസിക് റൂൾ ഉണ്ട്. വെർബിന് ശേഷം
അതുപോലെ പ്രിപ്പോസിഷൻ ശേഷം പ്രോനൗണുകൾ വരും. ഏത് പ്രോനൗൺ ആണ് വരിക? ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ വരും. ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് വെർബിന് ശേഷവും അതുപോലെ തന്നെ പ്രിപ്പോസിഷൻ ശേഷവും വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. നോക്കിയേ, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റീവ് പ്രോനൗണുകളുടെ പ്രത്യേകതയാണ് ഇവ. ഒബ്ജക്റ്റ് അല്ലേ, സബ്ജക്റ്റും ഒബ്ജക്റ്റും പറയില്ലേ, അപ്പോൾ പ്രിപ്പോസിഷനും ഇതിനും ശേഷം എപ്പോഴും വരുന്ന ഒബ്ജക്റ്റ് ആയിരിക്കും. അതാണ് ഇംഗ്ലീഷിൽ ഒരു ബേസിക് റൂളാണ്. പ്രിപ്പോസിഷന് ശേഷവും വെർബിന് ശേഷവും എന്ത് വരും? ഒബ്ജക്റ്റ് ആണ് വരിക. ഓക്കെ, ഒബ്ജക്റ്റേ വരാൻ പറ്റുള്ളൂ. ഈ ഒബ്ജക്റ്റ് ആയിട്ട് വരാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾക്ക് ഒബ്ജക്റ്റ് ആയിട്ട് വരാൻ പറ്റുള്ളൂ. എന്തിനൊക്കെയാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരാൻ പറ്റുക? നൗണിനും ഒബ്ജക്റ്റ് ആയിട്ട് വരാൻ പറ്റും, പ്രോനൗണിനും ഒബ്ജക്റ്റ് ആയിട്ട് വരാൻ പറ്റും അല്ലേ. പ്രോനൗൺ ഒബ്ജക്റ്റ് ഞാൻ പി നിടുവാണ് കേട്ടോ. പ്രിപ്പോസിഷന് PRE ഇട്ടിട്ടുള്ളതുകൊണ്ട് പി നിടുവാണ് കേട്ടോ. നൗണിനും പ്രോനൗണിനും എന്തായിട്ട് വരാൻ പറ്റും? ഒബ്ജക്റ്റ് ആയിട്ട് വരാൻ പറ്റും. അപ്പോൾ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന കേസ് ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ ആയിരിക്കും. ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന പ്രോനൗണുകൾ ഒബ്ജക്റ്റീവ് കേസ് ആയിരിക്കും. അത് വെർബിന് ശേഷം പ്രിപ്പോസിഷൻ. അത് ഓർക്കണം, ഏതൊരു വെർബ് വന്നാലും ഏതൊരു പ്രിപ്പോസിഷൻ വന്നാലും ഒബ്ജക്റ്റീവ് കേസേ വരാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് നോക്കാം. 2 സിറ്റുവേഷൻ പഠിച്ചു. അത് ഇനി അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കുമ്പോൾ കുറച്ച് കിട്ടും. നോക്കിയേ, ഈ സെന്റൻസുകൾ നോക്കിക്കേ. ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. നമ്മളത് ഓരോ ദിവസത്തെ പോലെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് വിടുവാണ് കേട്ടോ. നോക്കിയേ, ഹി അബ്യൂസ്ഡ് ഐ. നോക്കിയേ, ഹി അബ്യൂസ്ഡ് ഐ. ഇവിടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് പഠിക്കുകയാണ്. ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, പ്രോനൗൺ ആണ്, പേഴ്സണൽ പ്രോനൗൺ ആണ് ഹി. അബ്യൂസ്ഡ് എന്ന് പറയുന്നത് വെർബാണ്. അപ്പോൾ ഒബ്ജക്റ്റ് വെർബിന് ശേഷം വരുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, വെർബിന് ശേഷം ഒബ്ജക്റ്റ് ആണ് വരുന്നത്. ഐ ഒബ്ജക്റ്റീവ് കേസ് ആണോ? അല്ല, ഐ ഒബ്ജക്റ്റീവ് കേസ് അല്ല. നമ്മൾ അതുകൊണ്ട് ഐക്ക് പകരം എന്ത് കൊടുക്കണം? ഐക്ക് പകരം നമ്മൾ ഐ കട്ട് ചെയ്തിട്ട് മീ കൊടുക്കണം. ഐയുടെ ഒബ്ജക്റ്റീവ് കേസ് മീ ആണ്. നോക്കിയേ, ഹി അബ്യൂസ്ഡ് മീ, ഒബ്ജക്റ്റീവ് കേസ് വരണം. അതുപോലെ നോക്കിയേ, യു അലൗഡ് ഹി. അലൗഡ് എന്ന് പറയുന്നത് വെർബാണ്. വെർബിന് ശേഷം ഹി വരാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഐ വരാൻ പറ്റുമോ? ഇല്ല. ഹീക്ക് ശേഷം എന്ത് വരണം? അലൗഡ് ഹിം ആൻഡ് മീ ടു ഗോ. ഹി അലൗഡ് ഹിം ആൻഡ് മീ ടു ഗോ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, വെർബിന് ശേഷം എന്ത് കൊടുക്കണം? അല്ല, എന്തിനു ശേഷം? വെർബിന് ശേഷം ഒബ്ജക്റ്റീവ് കേസേ വരാൻ പറ്റും. നോക്കിയാൽ സബ്ജക്റ്റ്, വെർബ്, ഇത് ഒബ്ജക്റ്റീവ് കേസാണ്. 2 ഒബ്ജക്റ്റ് ഉണ്ട്. നോക്കിയേ, ഒബ്ജക്റ്റ് 1 ആൻഡ് ഒബ്ജക്റ്റ് 2. ഒബ്ജക്റ്റ് 1 ഹിം, ഒബ്ജക്റ്റ് 2 മീ. ഓക്കെ, അടുത്തതിലോട്ട് വീണ്ടും പോവുകയാണ്. ദ മാൻ. ദ മാൻ എന്ന് പറയുന്നത് ദ മാൻ ആണ് സബ്ജക്റ്റ് അല്ലെ. ദ മാൻ ആർട്ടിക്കിൾ കൊടുത്തു. ദ മാൻ എന്ന് പറയുന്ന നൗൺ ആണ്. സേവ്ഡ് എന്ന് പറയുന്ന വെർബാണ്. സാം, ഇവിടുത്തെ ഒരു നൗൺ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് 1 സാം ആണ്. ഒബ്ജക്റ്റ് 2 നോക്കിക്കേ, ഷീ എന്ന് വന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് 2 ഷീ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആണോ? നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം ഓർക്കുക, ഷീ എന്ന് വരില്ല. അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ദ മാൻ സേവ്ഡ് സാമൻ ഹെർ, അവളെയും. ഹെർ ഒബ്ജക്റ്റീവ് കേസ് വരും. എന്ത് വന്നാൽ ഓർക്കുക, വെർബിന് ശേഷവും പ്രിപ്പോസിഷൻ ശേഷവും വരേണ്ടത്. വെർബിന് ശേഷവും പ്രിപ്പോസിഷൻ ശേഷവും ഒബ്ജക്റ്റീവ് കേസ് ആണ് വരേണ്ടത്. വെർബിന് ശേഷവും പ്രിപ്പോസിഷൻ ശേഷവും. ഇത് നമ്മുടെ ഗോൾഡൻ റൂൾ ഓഫ് ഇംഗ്ലീഷ് ആണ് കേട്ടോ, അത് ഓർക്കുക. അതുപോലെ നോക്കിയേ, ഷീ വാസ് ലാഫിങ് അറ്റ് യു. യു ഓക്കെ ആണ്, ഒബ്ജക്റ്റീവ് കേസും സബ്ജക്റ്റീവ് കേസും യു ആണ്. പക്ഷെ ഹീ തെറ്റല്ലേ? ഹീ പറ്റില്ല, ഹിം ആണ് അല്ലേ. ഹീക്ക് പകരം ഹിം ആണ്. കാരണം എന്താ നോക്കിക്കേ, അവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷീ സബ്ജക്റ്റ്, ഓക്സിലറി വെർബ് ആണ്. ഇത് വാസ് വെർബാണ്. ലാഫിങ് അറ്റ് പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷൻ ശേഷം വരുന്നത് ഒബ്ജക്റ്റീവ് കേസ് ആണ്, ഒബ്ജക്റ്റീവ് കേസ്. ആൻഡ് രണ്ടാമത്തെ ഒബ്ജക്റ്റ് 1 ആൻഡ് ഒബ്ജക്റ്റ് 2 ആണ് ഇത്. സോ ഒബ്ജക്റ്റ് 2 O2 എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിജൻ അല്ല കേട്ടോ, ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് ആണ്. ഹിം ആണ് വരേണ്ട, ഹി അല്ല. അതുപോലെ നോക്കിയേ, ഷീ സബ്ജക്റ്റ്, ടോൾഡ് വെർബ്, അതിനുശേഷം വരേണ്ടത് ഒബ്ജക്റ്റീവ് കേസ് ആണ്. ഒബ്ജക്റ്റീവ് കേസ്. ഒബ്ജക്റ്റീവ് കേസ് ആണോ ഇത്? വി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കേസ് ആണ്. നമ്മളുടെ ഒബ്ജക്റ്റീവ് കേസ് എന്താണ്? ടോൾഡ് വി അല്ല, ടോൾഡ് അസ് അല്ലേ. ടോൾഡ് അസ്. ഷീ ടോൾഡ് അസ് എ ടെയിൽ. ഒരു കഥ പറഞ്ഞു. അവൾ ഞങ്ങളോടൊരു കഥ പറഞ്ഞു അല്ലേ. അവൾ നമ്മളോടൊരു കഥ പറഞ്ഞു. ഷീ ടോൾഡ് അസ് എ ടെയിൽ. ഓക്കെ, അടുത്തോട്ട് പോയിക്കേ, ഡിവൈഡ് ദ ജോബ്സ് ബിറ്റ്വീൻ റിച്ചർഡ് ആൻഡ് ഹി. റിച്ചർഡ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, അടുത്തൊരു ഒബ്ജക്റ്റ് ഹി ആണ്. ഹി അല്ല, ഹി നമ്മൾ പറഞ്ഞു സബ്ജക്റ്റീവ് കേസ് ആണ്. അപ്പൊ എന്താണ്? റിച്ചർഡ് ആൻഡ് ഹിം, അവൻ എന്നാണ്. സോ നോക്കിക്കേ, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓരോന്നും ഞാൻ പറയാം. ഡിവൈഡ് എന്ന് പറയുന്ന വെർബാണ്. ഡിവൈഡ് ദ ജോബ്സ് ശേഷം ഒബ്ജക്റ്റ് ഇതാ, ഡിവൈഡ് ദ ജോബ്. വെർബിന് ശേഷം ഒബ്ജക്റ്റ് ആണല്ലേ, നൗൺ. ജോബ് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. ദ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ആണ്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷൻ ആണ്. റിച്ചർഡ് എന്ന് പ്രിപ്പോസിഷൻ ശേഷം എന്ത് വരണം? ഒബ്ജക്റ്റ് 1 ആൻഡ് ഒബ്ജക്റ്റ് 2 അല്ലെ. ഒബ്ജക്റ്റ് 1 ഉണ്ട്, റിച്ചർഡ്. ഒബ്ജക്റ്റ് 2 എന്താണ്? ഹി ആണ്. ഹി തെറ്റാണ്, ഹി ഈസ് സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റീവ് കേസിന് പകരം ഒബ്ജക്റ്റീവ് കേസ് വന്നു, ഹിം വന്നു. അതുപോലെ നോക്കിയേ, ഹി എന്ന് പറയുന്ന പ്രോനൗൺ, സബ്ജക്റ്റ് ദാ പേഴ്സണൽ പ്രോനൗൺ ആണ്. ഒബ്ജക്റ്റ് സബ്ജക്റ്റ് കേസ് തന്നെയാണ്. ഡിപ്പെൻഡ്സ് എന്ന് പറയുന്ന വെർബാണ്. വെർബിന് ശേഷം
എന്താണ് ഡിപ്പെൻഡ്സ് ഓൺ ഒരു പ്രിപ്പോസിഷൻ വന്നു. ഹി ഡിപ്പെൻഡ്സ് ഓൺ എന്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു? പ്രിപ്പോസിഷൻ ഓൺ. പ്രിപ്പോസിഷൻ ശേഷം ഒബ്ജക്റ്റീവ് കേസ് വരണം. ഐ എന്നുള്ളത് ഒബ്ജക്റ്റീവ് കേസ് അല്ല, നമുക്ക് നല്ലോണം അറിയാം. ഐ എന്നുള്ളത് പറയുന്നത് എന്ത് കേസാണ്? സബ്ജക്റ്റീവ് കേസാണ്. ഐയുടെ ഒബ്ജക്റ്റീവ് കേസ് എന്താണ്? മീ ആണ്. നോക്കുക, ഐയും മീയും തമ്മിൽ തെറ്റരുത്. ഐ സബ്ജക്റ്റീവ് കേസും ഐയുടെ തന്നെ ഒബ്ജക്റ്റീവ് കേസാണ് മീ. സോ ഹി ഡിപ്പെൻഡ്സ് ഓൺ മീ എന്ന്. അടുത്ത് നോക്കിയേ, ലെറ്റ് ദേ ടോക്ക്. ഇതിന് ഇച്ചിരി ഒരു തെറ്റ് വരും. ലെറ്റ് ദേ ടോക്ക്. ലെറ്റ് ദേ ടോക്ക് എന്താ കുഴപ്പമില്ല, ലെറ്റ് ദേ ടോക്കിന് ഒരു പ്രശ്നമില്ല. ബട്ട് ഓർക്കുക, ലെറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ലെറ്റ് എന്ന് പറയുന്ന ഒരു വെർബാണ്. ഓക്കെ, ലെറ്റ് എന്ന് പറയുന്ന ഒരു വെർബാണ്. ഇത് ഇവിടെ കണ്ടോ, ഡിവൈഡ് എന്ന് പറയുന്നത്, ഡിവൈഡ് ദ ജോബ്സ്, ഇതൊരു ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഇംപെരറ്റീവ് സെന്റൻസുകൾ തുടങ്ങുന്നത് വെർബിലായിരിക്കും. നോർമലി ഇംപെരറ്റീവ് സെന്റൻസ് ഇതും അതെ, ലെറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. ലെറ്റ് ദേ ടോക്ക് അല്ല, ലെറ്റ് വെർബിന് ശേഷം ഒബ്ജക്റ്റ് വരണം. ദേയുടെ ഒബ്ജക്റ്റ് എന്താണ്? ദേയുടെ ഒബ്ജക്റ്റ് എന്താണ്? ലെറ്റ് them talk. Let them talk. Let me talk. Let I talk എന്ന് കേട്ടുണ്ടോ? എപ്പോഴും സെന്റൻസ് കേട്ടില്ല. ലെറ്റ് മീ ടോക്ക്, എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ. ലെറ്റ് മീ ടോക്ക്. ലെറ്റ് ഹീ ടോക്ക് അല്ല, ലെറ്റ് ഹിം ടോക്ക്. ലെറ്റ് ഹിം ടോക്ക് അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലെറ്റ് മീ ടോക്ക്, ലെറ്റ് ഹെർ ടോക്ക്, ലെറ്റ് ഹിം ടോക്ക്, ലെറ്റ് മീ ടോക്ക്. അങ്ങനെയാണ് എപ്പോഴും ഒബ്ജക്റ്റീവ് കേസേ വരുള്ളൂ. സബ്ജക്റ്റീവ് ലെറ്റ് എന്ന് പറഞ്ഞാൽ അനുവദിക്കൂ എന്ന വെർബാണ്. ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും ഒബ്ജക്റ്റീവ് കേസും സബ്ജക്റ്റീവ് കേസ് എന്താണെന്നും അതുപോലെ പേഴ്സണൽ പ്രൊനൗൺ എന്താണെന്നുള്ള. പേഴ്സണൽ പ്രൊനൗണിന്റെ സബ്ജക്റ്റീവ് കേസും ഒബ്ജക്റ്റീവ് കേസുമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി മൂവിങ് ഓൺ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേർഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മുടെ കേരള PSCD ഇൻ്റഗ്രേറ്റഡ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സാണിത്. ഞാൻ പറഞ്ഞു 4ാമത്തെ ക്ലാസ് ആണ്. നമുക്ക് വെറും 4199 രൂപയ്ക്ക് നമുക്ക് ഈ ക്ലാസ്സുകൾ ലഭ്യമാകും. ജൂൺ 15-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. ഇനിയും സമയമുണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഈ 4199 രൂപ വീണ്ടും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ കോഡ് Y314 Y314 എന്നെ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്തമാറ്റിക്സ് ആൻഡ് GK അടങ്ങുന്ന 4 കോഴ്സുകൾ ഒരുമിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന ഏതൊരു കേരള PSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഫോക്കസ് ആയിട്ട് ഓരോ ടോപ്പിക്കിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട്, അതുപോലെ റിവിഷൻ സെഗ്മെന്റ് ഉണ്ടാവും. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് സെഗ്മെന്റ്സ് അടക്കം സ്റ്റഡി മെറ്റീരിയൽസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാകുന്നതാണ്. ഈ ഒരൊറ്റ കോഴ്സ് മാത്രം മതി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, മറക്കണ്ട. എൻ്റെ കോഡ് Y314 എന്നെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3000 ചില്ലറ രൂപയ്ക്ക്, 3700 ചില്ലറ രൂപയ്ക്ക് ഈ പറയുന്ന കോഴ്സ് ലഭിക്കും. ജൂൺ 15-നാണ് ആരംഭിക്കുന്നത്. വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെയുള്ള 6 മാസത്തെ കോഴ്സാണ്. 400-ൽ പരം അവേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുമുണ്ട്. ഓക്കെ, അത് അപ്പോൾ അത്ര നല്ല വേർത്താണ്, നിങ്ങൾക്കത് ഉപയോഗിക്കാം. അതുപോലെ ഇനി മാത്സിന് മാത്രമാണെങ്കിൽ ഗണിത മന്ത്ര എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. വെറും 1630 രൂപയുള്ളൂ. Y314 എന്ന എൻ്റെ കോഡ്, വീണ്ടും പറയണം Y314 എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും 1400 ചില്ലറ രൂപയ്ക്ക് കോഴ്സ് ലഭിക്കും. ജൂൺ 16-നാണ് ഗണിത മന്ത്ര ആരംഭിക്കുന്നത്. 6 മണി മുതൽ 7:30 വരെയുള്ള 1.5 മണിക്കൂർ, ഓരോ സബ്ജക്റ്റും 1.5 മണിക്കൂർ വെച്ചാണ് ക്ലാസ്സുകൾ വരുന്നത്. നേരത്തെ പറഞ്ഞു റിവിഷൻ സെഗ്മെന്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആൻഡ് മെയിൻ ടോപ്പിക്കുകളെല്ലാം ഡിവൈസ് വിട്ട് വരുന്ന 6 മാസത്തെ കോഴ്സാണ്. നിങ്ങൾക്ക് ഏതൊരു കേരള PSCക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ഈ കോഴ്സ്. ഓക്കെ, അപ്പൊ വീണ്ടും ബാക്ക് ടു പ്രോനൗൺസിന്റെ ബാക്കി സെഷനിലോട്ട് നമ്മൾ വരികയാണ്. ഇത്ര നേരം നമ്മൾ സംസാരിച്ചു പേഴ്സണൽ പ്രോനൗണിനെ പറ്റി. ഇനി തീർന്നിട്ടില്ല, നമുക്ക് അടുത്ത പ്രോനൗൺ ഇതാ, ഇന്ററോഗേറ്റീവ് പ്രോനൗൺ. ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പ്രോനൗൺ. ഇത്രയും 5 എണ്ണമാണ് ഇന്ററോഗേറ്റീവ് പ്രോനൗൺസ്. ഓക്കെ, ഇവ ഇന്ററോഗേറ്റീവ് പ്രോനൗൺസിന്റെ ഗണത്തിൽപ്പെടുന്നവയാണ്. ഇന്റർഗേറ്റീവ് പ്രോനൗൺസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഈ സൈഡിലുള്ളതോ? ഇത് ഇന്റർഗേറ്റീവ് തന്നെ, ചോദ്യം ചോദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. വെന്നും വേറും വൈയും ഹൗവും ഒക്കെ നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഇന്റർഗേറ്റീവ് പ്രോനൗണുകളല്ല, ഇന്റർഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണിവ. ഇന്റർഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണിവ. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അഡ്ജക്റ്റീവ്സ് ആണ് ഇത്. ഓക്കെ, വെന്ന്, വേറ്, അതുപോലെ വൈ, ഹൗ എന്നുള്ളത് ഇന്റർഗേറ്റീവ് അഡ്ജക്റ്റീവ്സിൽ പെടുന്നവയാണ്. ഇന്റർഗേറ്റീവ് പ്രോനൗണിൽ പെടുന്നവ ഇവ മാത്രമേ ഉള്ളൂ. ഹൂ, ഹും, ഹൂസ് ആൻഡ് വിച്ച്, വാട്ട് ഒക്കെയാണ്. അപ്പൊ ഇതിന്റെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ. അതുപോലെ വെന്ന്, ഹൂ എന്തിനെ പറ്റിയ, ആര്, ഹും ആരിന്റെ, ഇത് സബ്ജക്റ്റീവ് കേസാണ്. ഇത് സബ്ജക്റ്റീവ് കേസ് ആണെങ്കിൽ ഹും എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കേസ്, അതാണ് വ്യത്യാസം. ഹൂസ് എന്ന് പറയുന്നത് പൊസസീവ് കേസാണ്. ഓക്കെ, വിച്ച് എന്ന് പറയുന്നതും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, വിച്ച് ഒബ്ജക്റ്റ്, വിച്ച് എന്ത് അല്ല, എന്ന്, വിച്ച് ഏത് എന്നല്ല ഏത് ഒബ്ജക്റ്റ്, അതായത് വസ്തുവിനെ പറ്റി പറയാൻ വേണ്ടി. വാട്ടോ എന്ത് എന്ന് പറയുന്നത്, വാട്ട് എന്ത് എന്നുള്ളതാണ്. വെന്ന് സമയത്തിനെ സൂചിപ്പിക്കാൻ, വേറെ പ്ലേസിനെ സൂചിപ്പിക്കാൻ. അപ്പൊ നോക്കിയേ, വെന്ന് ടൈമിന് വേണ്ടി ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവാണ്, വേറെ പ്ലേസിന് വേണ്ടി ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവാണ്. വൈ
റീസൺ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് ആണ്. ആൻഡ് ഹൗ എന്ന് പറയുന്നത് എങ്ങനെ, അല്ലെ? ബൈ റീസൺ ആണ്. ഹൗ എങ്ങനെ, അതിന്റെ എന്താണ് ഡിസ്ക്രിപ്ഷൻ. കംപ്ലീറ്റ് ഹൗ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇവ അഡ്ജക്റ്റീവ്സിൽ പെടുന്നു, ഇത്രയും. ഓക്കെ. ഇന്റർഗേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നവ ഇത്രയും 5 ഉള്ളൂ. ഹൂ, ഹും, ഹൂസ്, വിച്ച് ആൻഡ് വാട്ട്. ഇനി ചോദ്യങ്ങൾ എങ്ങനെ വരും എന്ന് നോക്കാം. ഇന്റർഗേറ്റീവ് പ്രോനൗൺസിൽ നോക്കിയേ. ഹൂ ഈസ് ദെയർ, ആരാ അവിടെ ഉള്ളത്? അപ്പം നമുക്കിവിടെ ആരെ വേണ്ടി ഇട്ട് കൊടുക്കാം. ഹീ ഈസ് ദെയർ, ആൻസർ വരുമ്പോൾ ഹീ ഈസ് ദെയർ ആകാം, അല്ലെങ്കിൽ ഷീ ഈസ് ദെയർ ആകാം, അല്ലെങ്കിൽ ദേ. ഇപ്പൊ ഈസിന് പകരം ഹൂ ഈസ് ഒരാളായതുകൊണ്ട് ഹൂ ഇസ് ദെയർ. അപ്പൊ നമുക്ക് നോക്കിയാൽ ദേ ആർ ദെയർ എന്ന് പറയാം, അല്ലെങ്കിൽ സാം ഇസ് ദെയർ, ഒരു പേരിട്ട് കൊടുക്കാം. റിന്റു ഇസ് ദെയർ. അങ്ങനെ ഹൂ ആർ ദേ, അവരാരാണ്? ഹൂ ആർ ദേ? ദേ ആർ ഡോക്ടേഴ്സ്, ദേ ആർ ടീച്ചേഴ്സ്. എന്തും നമുക്ക് ആൻസർ അല്ലേ. ദേ ആർ ഡോക്ടേഴ്സ്, ദേ ആർ ടീച്ചേഴ്സ്, അതൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക്. അടുത്ത് നോക്കിയേ. വിത്ത് ഹും വർ യു വാക്കിംഗ്, നീ ആരുടെ കൂടെ നടന്നു വന്നേ? വിത്ത് ഹും. നോക്കിയേ, വിത്ത് ഹും, ആരുടെ കൂടെ? വിത്ത് ഹും. അപ്പൊ നമ്മൾ പറയും ഐ വാസ് വാക്കിംഗ് വിത്ത്, അല്ലെ? ഐ വാസ് വാക്കിംഗ് വിത്ത് റിന്റു. അല്ലെങ്കിൽ ഇതേ ചോദ്യം കേട്ടോ, വിത്ത് ഹും യു വർ വാക്കിംഗ് എന്നുള്ളതിന് പകരം ഇതും ചോദിക്കാം, ഹൂ വർ യു വാക്കിംഗ് വിത്ത്. അപ്പൊ ആൻസർ വരും ഐ വാസ് വാക്കിംഗ് വിത്ത് റിന്റു. പക്ഷെ ഓർക്കുക, ഇത് പൊസസീവ് കേസ്, സോറി ഒബ്ജക്റ്റീവ് കേസാണ്. ഒബ്ജക്റ്റീവ് കേസ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. ഓക്കെ, ഒബ്ജക്റ്റീവ് കേസ്. ഇതും അങ്ങനെ തന്നെ ആൻസർ വരുമ്പോൾ നോക്കിയേ. ഹൂ വർ യു വാക്കിംഗ് വിത്ത്? ഐ വാസ് വാക്കിംഗ് വിത്ത് റിന്റു ആൻസർ വരുമ്പോൾ. ഇനി അടുത്തത് ഹൂസ് ആർ ദീസ് കീസ്. നോക്കിയേ, ഹൂസ് ഞാൻ നേരത്തെ പറഞ്ഞു പൊസസീവ് കേസ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ദാ പൊസസീവ് കേസ് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഹൂസ് ആർ ദീസ് കീസ്. ദീസ് കീസ് ആർ യുവേഴ്സ്, നിന്റെ. ദീസ് കീസ് ആർ യുവേഴ്സ്. ആൻസർ നോക്കിയേ. ദീസ് കീസ് ആർ യുവേഴ്സ്, നിന്റേതാണ്, അല്ലേ? അല്ലെങ്കിൽ ദീസ് കീസ് ആർ ഹിസ്. ഇവിടെ ഹിസ് വരാം. ദീസ് കീസ് ആർ ഹേഴ്സ്, അവളുടെ ആകാം. അല്ലെങ്കിൽ മൈൻ, ദീസ് കീസ് ആർ മൈൻ, എൻ്റെ ആണ്, ഏതും വരാം. ഇതിൽ ഏതൊരു പൊസസീവ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ്, പേഴ്സണൽ പ്രോനൗൺ നിങ്ങൾക്ക് വരാം. പൊസസീവ് ആയ ഏതൊരു അഡ്ജക്റ്റീവ് നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം. പ്രോനൗണുകൾ, അഡ്ജക്റ്റീവ് അല്ല പ്രോനൗണുകൾ നിങ്ങൾക്ക് കൊടുക്കാം. അഡ്ജക്റ്റീവ് ആണെങ്കിൽ എങ്ങനെ വരും? ദീസ് ആർ മൈ കീസ് എന്ന് പറയും. അതാണ് അഡ്ജക്റ്റീവ് ആയിട്ട് വരും എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് വ്യത്യാസം. അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് ക്ലാസ്സുകൾ പഠിക്കാം. അതാണ് ഇതൊരു ബേസിക്സ് മാത്രം. വിച്ച് ഈസ് യുവർ കാർ, ഏതാണ് നിന്റെ കാർ? ദാറ്റ് ഈസ് മൈ കാർ, അല്ലെങ്കിൽ ദിസ് ഇസ് മൈ കാർ. ദ റെഡ് വൺ ഈസ് മൈ കാർ, എന്ത് നിങ്ങൾക്ക് പറയാം. അതുപോലെ നോക്കിയേ, ഇവിടെ നോക്കിയേ വിച്ച്. അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് യുവർ ഡീൽ, എന്താ നിന്റെ പ്രശ്നം? വാട്ട് ഈസ് യുവർ ഡീൽ? വാട്ട് ഡു യു വോണ്ട്, എന്താ നിനക്ക് വേണ്ടേ? വാട്ട് ഹാപ്പൻ, എന്താ സംഭവിച്ചേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വാട്ടും വിച്ചും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഇന്റർഗേറ്റീവ് പ്രോനൗൺസുകളാണ്. അടുത്ത നോക്കിയേ, റിലേറ്റീവ് പ്രോനൗൺ. ഇന്റർഗേറ്റീവ് പ്രോനൗൺ ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ റിലേറ്റീവ് പ്രോനൗൺ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് കേട്ടോ. റിലേറ്റീവ് പ്രോനൗണിന്റെ പ്രത്യേകത എന്താ? റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി. നോക്കിയാൽ പ്രോനൗൺസ് റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി. എന്തിന്റെ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ട? നൗണിന്റെയോ അല്ലെങ്കിൽ പ്രോനൗണുകളുടെ റിലേഷൻസ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ഈ പറയുന്ന റിലേറ്റീവ് പ്രോനൗൺസ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവരുടെ പ്രത്യേകത ഇവ വെച്ച് നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസുകൾ ഉപയോഗിക്കാം. അഡ്ജക്റ്റീവിന്റെ ക്ലോസുകൾ ഉണ്ടാക്കാം. കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ് ഒക്കെ മേക്ക് ചെയ്യാൻ ഉണ്ടാക്കും. ഈ ടൈപ്സ് ഓഫ് സെന്റൻസിൽ നമ്മൾ പഠിക്കുന്നതാണ് സിമ്പിൾ സെന്റൻസസ്, കോമ്പൗണ്ട് സെന്റൻസസ്, കോംപ്ലക്സ് സെന്റൻസ് ആൻഡ് കോംപ്ലക്സ് സെന്റൻസസ്. ഇവയെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് പ്രോനൗണിന്റെ സെഗ്മെന്റ് ഇമ്പോർട്ടന്റ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക. ടൈപ്സ് ഓഫ് സെന്റൻസ് പഠിക്കണമെങ്കിൽ പ്രോനൗൺസ് എന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് റിലേറ്റീവ് പ്രോനൗൺസ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. ആൻസർ നോക്കിയേ, ഇത് നോക്കിക്കേ. യു ഓൾവേസ് കോൾഡ് the boy who is my cousin. നീ എപ്പോഴും ഒരു കുട്ടിയെ വഴക്ക് പറയില്ലേ, അവൻ എൻ്റെ കസിനാ. നോക്കിയേ, യു ഓൾവേസ് കോൾഡ് the boy who is my cousin. ഇത് രണ്ട് തരത്തിൽ നമുക്ക് എഴുതാം. യു ഓൾവേസ് രണ്ട് സെന്റൻസ് ആയിട്ട് റിലേറ്റീവ് ക്ലോസുകൾ കണ്ടുപിടിക്കുന്നതിന് യു ഓൾവേസ് കോൾഡ് the boy, അല്ലേ? സോറി, the boy അല്ല, the boy. അടുത്തെന്താ? he is my cousin. ഇതാണ് ഈ സെന്റൻസ്. രണ്ട് സെന്റൻസ് ആണ്. യു ഓൾവേസ് കോൾ ദ ബോയ് ഹി ഈസ് മൈ കസിൻ. ഈ രണ്ട് സെന്റൻസിനും ഒറ്റ ക്ലോസ് കൊണ്ട് നമ്മൾ ചെയ്തു. ഹൂ എന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ച് നമ്മൾ ചെയ്തു. നോക്കിക്കേ, യു ഓൾവേസ് കോൾ ദ ബോയ് ഹൂ ഈസ് മൈ കസിൻ. ഒറ്റ അടിക്ക് പറഞ്ഞു ഹൂ ഈസ് മൈ, അവൻ എൻ്റെ കസിനുമാണ് എന്നുള്ളത്. അതുപോലെ പിടിച്ചോ, ഐ ടീച്ച് ദ ബോയ് യു നോ ഹിം വെൽ. ഐ ടീച്ച് ദ ബോയ് യു നോ ഹിം വെൽ, സോറി, ഹും യു നോ വെൽ, നോ വെരി വെൽ. അപ്പോൾ ഇതിന് നമുക്ക് രണ്ടായിട്ട് പറയാം. ഐ ടീച്ച് ദ ബോയ്. അടുത്തത് യു നോ ഹിം വെരി വെൽ. യു നോ ഹിം വെരി വെൽ. അപ്പൊ നോക്കിയേ, ഹിം എന്ന് പറയുന്നത് എന്താണ്?
ഒബ്ജക്റ്റീവ് കേസാണ് അല്ലെ. ഹിം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കേസാണ്. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ് കേസിലുള്ള റിലേറ്റീവ് പ്രോണൗൺ യൂസ്ഡ് ആസ് ഒബ്ജക്റ്റീവ് പ്രോണൗൺ ഉപയോഗിക്കണം. ഒബ്ജക്റ്റീവ് കേസിലുള്ള റിലേറ്റീവ് പ്രോണൗണേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇവിടെ നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കും നോക്കിക്കേ, അതുകൊണ്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ടീച്ച് ദ ബോയ്, ഐ ടീച്ച് ദ ബോയ്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. യു നോ ഹിം വെൽ, നിനക്ക് അവനെ അറിയാം. സോ ഐ ടീച്ച് ദ ബോയ് ഹും യു നോ വെൽ, നിനക്കറിയാം അവനെ നിനക്കറിയാം. ഇവിടെ പക്ഷെ നേരെ തിരിച്ചാ, യു സ്കോൾഡ് ദ ബോയ്, നീ ഓൾവേസ് സ്കോൾഡ്, നീ എപ്പോഴും ഒരാളെ വഴക്ക് പറയും, അവൻ എൻ്റെ കസിനാണ്. ഹീ ഇസ് മൈ കസിനേ ഉള്ളൂ. യു നോ ഹിം വെൽ അതല്ല നമ്മൾ പറഞ്ഞു നോക്കിയേ. ഇവിടെ ഇമ്പോർട്ടന്റ് നിനക്ക് അവനെ അറിയാം എന്നുള്ളതാണ്. മറ്റേത് അവനെ പറ്റിയാ പറഞ്ഞു നോക്കി, യു ഓൾവേസ് സ്കോൾഡ് ദ ബോയ് കേട്ടോ. ഇവിടെ സബ്ജക്റ്റീവ് കേസാ, അവൻ എൻ്റെ കസിൻ, അപ്പൊ അവനാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഹൂ ഈസ് മൈ കസിൻ, അവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. രണ്ടാമത്തേതിൽ പക്ഷെ അങ്ങനെയല്ല, ഐ ടീച്ച് ദ ബോയ്, ഞാനൊരു കുട്ടിയെ പഠിപ്പിക്കുന്നു, ആൺകുട്ടിയെ പഠിപ്പിക്കുന്നു, നിനക്കവനെ അറിയാം. അപ്പൊ നീയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് സബ്ജക്റ്റീവ് കേസ് അല്ല ഇവിടെ വരുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് കേസിൽ കൊടുക്കും. ദറ്റ് ഐ ടീച്ച് ദ ബോയ് ഹും യു നോ വെരി വെൽ. ഓക്കെ, അപ്പോൾ ഓർക്കുക, അതാണ് നമ്മുടെ സബ്ജക്റ്റീവ് കേസ് വരുമ്പോൾ, ഒബ്ജക്റ്റീവ് കേസ് വരുമ്പോൾ അത് റിലേറ്റീവ് പ്രോനൗണ്ട് കേസുകളിൽ എങ്ങനെ അത് ഉപയോഗിക്കാമെന്ന്, റിലേറ്റീവ് ക്ലോസുകൾ ഫോം ചെയ്യുമ്പോൾ ഉപയോഗിക്കാമെന്നുള്ളത്. അത് ഇന്നലത്തെ നമ്മുടെ സൺഡേ മാരത്തൺ ചെയ്തപ്പോൾ ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. അപ്പോൾ പലർക്കും തെറ്റിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി റിലേറ്റീവ് പ്രോനൗൺസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ റിലേറ്റീവ് പ്രോനൗൺസുകൾ നമ്മൾ ഉപയോഗിക്കും? ഹൂ ഉപയോഗിക്കും, ഹും ഉപയോഗിക്കും, നേരത്തെ കണ്ടില്ലേ, ഹൂസ് ഉപയോഗിക്കും. ആരുടെ? പൊസസീവ് കേസ് കാണിക്കാൻ വേണ്ടി. ആരുടെ? ദീസ് ആർ ദ ഗ്ലാസസ് ഹൂസ് അല്ലെ, അങ്ങനെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കും അല്ലെ. ദീസ് ആർ ദ ഗ്ലാസസ് ഹൂസ് ഗ്ലാസ്. ഓക്കെ, അങ്ങനെ പറഞ്ഞ് അതിന്റെ റിലേറ്റീവ് പ്രോനൗണുകൾ നമുക്ക് ഉപയോഗിക്കാം. അത് ഞാൻ സെന്റൻസിലോട്ട് എടുക്കുന്നില്ല. ദാറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. റിലേറ്റീവ് പ്രോനൗണിൽ വിച്ച് എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം, വോട്ട് എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം. അതൊരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിപ്പോൾ എക്സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് സമയം കളയും. അപ്പോൾ ആ സമയത്തിലോട്ട് നമുക്ക് എടുത്ത് കളയാനില്ല. എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഇതൊക്കെ റിലേറ്റീവ് പ്രോനൗൺ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അടുത്ത് നോക്കുക, ഇൻഡെഫിനിറ്റ് പ്രോനൗണുകൾ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇൻഡെഫിനിറ്റ് പ്രോനൗണുകൾ നമ്മളൊരു കാര്യത്തെ പറ്റി ജനറൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗണുകൾ. ഓക്കെ, പ്രോനൗൺസ് ദാറ്റ് റെഫേഴ്സ് ടു പേഴ്സൺസ് ഓർ തിങ്സ് ഇൻ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി, സാധനത്തെ പറ്റിയോ മനുഷ്യരെ പറ്റിയോ ഒക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. കാരണം എന്താ, അവയെ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് അറിയില്ല. പെർട്ടിക്കുലർ ആയിട്ടല്ല, നമ്മൾ ഓരോന്നെടുത്തല്ല പറയുന്നത്, ഒരു ജനറൽ ആയിട്ടൊരു കോമൺ ആയിട്ട് കാര്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അതിനെ നമ്മൾ എന്ത് പറയും? ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്നാണ് പറയാം. ജനറൽ ആയിട്ട് പറയുന്ന ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗണുകളുടെ കൂടെ ഉള്ളവ തന്നെയാണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണുകൾ. അവയുടെ പ്രത്യേകത എന്താണെന്നറിയോ? പ്രോനൗൺസ് അല്ലെങ്കിൽ എന്താണ് ആ പ്രോനൗൺസിന്റെ പ്രത്യേകത? അറ്റ് എ ടൈം ആണ് നമ്മൾ പറയാം. വൺ അറ്റ് എ ടൈം, ഓരോന്നിനെയും എടുത്തെടുത്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണുകൾ എന്ന് പറയും. ഈ പ്രോനൗണുകളുടെ വ്യത്യാസം, ഇൻഡെഫിനിറ്റ് പ്രോനൗണുകൾ ഓരോന്നായിട്ട് അറ്റ് ടൈമിൽ എടുത്ത് പറയുവാണെങ്കിൽ അവയെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ എന്ന് പറയും. അല്ലാതെ അത് പെർട്ടിക്കുലർ ആയിട്ട് കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ അതിനെ ഇൻഡെഫിനിറ്റ് പ്രോനൗണുകൾ എന്ന് പറയും. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. യെസ്, നോക്കിയേ. സംവൺ, എനിബഡി, സംബഡി ഒക്കെ വരാട്ടോ. സംവണിന്റെ കൂടെ സംബഡി വരാം. എനിബഡിയുടെ കൂടെ എനിവൺ വരാം. ഓക്കെ, അങ്ങനെ വരാട്ടോ, അതൊക്കെ വരും. പിന്നെ നോക്കിയേ, എവ്രിതിങ്, എവ്രിബഡി, എവ്രിവൺ ഒക്കെ വരാം. എവ്രിബഡി ഒക്കെ വരാട്ടോ. ഫ്യൂ, കുറച്ചല്ലേ, തീരെ ഇല്ലെങ്കിൽ ഫ്യൂ, അല്ലെങ്കിൽ എ ഫ്യൂ, ദ ഫ്യൂ ഒക്കെ അറിയില്ലേ. സം, കുറച്ച്. അതുപോലെ അ ലിറ്റിൽ, ദ ലിറ്റിൽ, അല്ലെങ്കിൽ ലിറ്റിൽ. അതേഴ്സ്, നോക്കിയേ. ഈച്ച്, മെനി, ഓൾ, എല്ലാം. മെനീൻ്റെ കൂടെ മച്ച് വരാം അല്ലേ. ഓരോന്നുമാണെങ്കിൽ ഈച്ച് നമുക്ക് എടുത്ത് പറയാം. അപ്പൊ എടുത്ത് ഓരോന്നായിട്ട് പറയുവാണെങ്കിൽ അവയെ ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗണുകൾ തന്നെ ഓരോന്നായിട്ട് എടുത്ത് പറയുവാണെങ്കിൽ അവ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണായി മാറും. ഇവയെ കണക്റ്റഡ് ആണ്, ഞാൻ പറഞ്ഞില്ലേ, അത് ഇവ നല്ല കണക്ഷനുള്ള കാര്യങ്ങളാണ്. അപ്പൊ സംവൺ, സംബഡി, അല്ലെങ്കിൽ എനിവൺ, എനിബഡി, എവ്രിതിങ്, എവ്രിബഡി, എവ്രിവൺ, അങ്ങനെയുള്ളവയെല്ലാം ഇൻഡെഫിനിറ്റ് പ്രോനൗണുകളിൽ പെടുന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാലോ. ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കിവിടാൻ പോണേ. ഓക്കെ, someone is looking for you. someone is looking for you. ആരോ, നമുക്ക് ആളെ അറിയില്ല, ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നത് someone is looking for you. ആരോ നിന്നെ തേടി നടപ്പുണ്ടായിരുന്നു. someone is looking for you. ആരാന്ന് എനിക്ക് അറിയില്ല, ആരോ നിന്നെ തേടി നടപ്പുണ്ടായിരുന്നു. ഓക്കെ, അതൊരു പ്രോനൗണാ. എന്താ? ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. ആരാന്നറിയില്ല, someone is looking for you, somebody is looking for you. ആരോ നിന്നെ തേടി നടപ്പുണ്ടായിരുന്നു. anybody can participate. ആർക്ക് വേണം പാർട്ടിസിപ്പേറ്റ്, ഈ പ്രോഗ്രാമിന് ആർക്ക് വേണം പാർട്ടിസിപ്പേറ്റ്, ഈ കോഴ്സിന് ആർക്കും പാർട്ടിസിപ്പേറ്റ്. ഇന്ന യോഗ്യതയൊന്നുമില്ല അല്ലെ, യോഗ്യത ഇല്ല എന്ന് നമ്മൾ പറയില്ലേ. ആർക്ക് വേണം പാർട്ടിസിപ്പേറ്റ്. എനിബഡി ക്യാൻ ഡാൻസ്, ആർക്ക് വേണം ഡാൻസ് കളിക്കാം എന്ന് പറയില്ലേ. അതുപോലെ വൺ മസ്റ്റ് നോട്ട് ബോസ്റ്റ് ഓഫ് വൺസ് അച്ചീവ്മെന്റ്. ആരും അവനവന്റെ
അവനവൻ്റെ എന്താണ് അച്ചീവ്മെന്റിൽ പൊങ്ങച്ചം പറയാൻ പാടില്ല എന്ന് പറയാറില്ല. വൺ മസ്റ്റ് നോട്ട് ബോസ്റ്റ് വൺസ് അച്ചീവ്മെന്റ്. അവനവൻ്റെ അച്ചീവ്മെന്റ് അവനവനിങ്ങനെ പൊക്കി പറയാൻ പാടില്ല എന്ന്, പുകഴ്ത്തി പറയാൻ പാടില്ല. അടുത്ത സം ആർ ബോൺ ലക്കി. ചിലർ സമ്മൺ ആർ ബോൺ ലക്കി എന്ന് പറയുന്നത്, ചിലർ ആർ ബോൺ ലക്കി അല്ലെ. ചിലർ ഭയങ്കര ലക്കിയാന്ന് പറയും, ജനിച്ചപ്പോഴേ അവർ ലക്കിയാ, അതുകൊണ്ട് അവർക്ക് നല്ല ഭാഗ്യമുള്ളവരാ എന്ന് പറയില്ലേ, ബോൺ ലക്കി എന്ന് പറയും. സം ആർ ബോൺ ലക്കി. അതുപോലെ നോക്കിയേ, ഷീ ഹെൽപ്സ് എവ്രി വൺ. അവൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഷീ ഹെൽപ്സ് എവ്രി വൺ. നോക്കി, നമുക്ക് അവിടെ പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്, ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വന്ന എവ്രി വൺ. അവൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. അവൾക്ക് ഇന്ന ആളൊന്നുമില്ല, എല്ലാവരും അവൾ ഹെൽപ്പ് ചെയ്യും. ജനറൽ ആയിട്ട് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. നോക്കിയേ, എവ്രിബഡി വോണ്ട്സ് ടു ബി ഹാപ്പി. എല്ലാവരുടെയും ആഗ്രഹം എന്താ? സന്തോഷമായിട്ടിരിക്കണം അല്ലേ. എവ്രിബഡി വോണ്ട്സ് ടു ബി ഹാപ്പി. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കണ്ടാൽ അറിയാം നിങ്ങൾക്ക്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നോക്കിയാൽ സമ്മൺ, ആരോ ഒരാളാണ്, ഇൻഡെഫിനിറ്റാ. എനിബഡി, ആർക്ക് വേണ്ട ആൻസർ വിളിക്കാം. വൺ, ഒരാളെ പറ്റി, അവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണായി. സം ആർ ബോൺ ലക്കി, ചിലർ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ്. ഓക്കെ, ഷീ ഹെൽപ്സ് എവ്രി വൺ. അവൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നു. എവ്രിബഡി വോണ്ട്സ് ടു ബി ഹാപ്പി. എല്ലാവരുടെയും ആഗ്രഹം എന്താ? ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. നമ്മുടെ പ്രത്യേകതയാണ് അല്ലേ, അത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഇതായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് വൺ. ഇൻഡെഫിനിറ്റ് പ്രോനൗണുകളെ പറ്റി പഠിച്ചില്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ മെയിൻ ആയിട്ട് കോഴ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. കൂടുതലായിട്ടൊന്നുമില്ല, ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗണുകൾ മാത്രമല്ല, ഇവിടെ നിർത്തുന്നതിന് മുമ്പ് ഇത് പഠിച്ച കാര്യങ്ങൾ ഓർക്കുക. ഇൻഡെഫിനിറ്റ് പ്രോനൗണുകൾ വരുന്ന പോലെ തന്നെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. റിലേറ്റീവ് പ്രോനൗൺ കഴിഞ്ഞിട്ട് റിഫ്ലെക്സീവ് പ്രോനൗൺ ഉണ്ട്. ഞാൻ ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ ടോപ്പിക്കിൽ വിടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. റിഫ്ലെക്സീവ് പ്രോനൗൺ ഉണ്ട്, എംഫാറ്റിക് പ്രോനൗൺ ഉണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി വിടാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കിവിടാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ടച്ച് ചെയ്യാതെ വിട്ട കുറച്ച് പോർഷൻസ് ഉണ്ട്. ഞാൻ എന്തുകൊണ്ട് ടച്ച് ചെയ്യാതെ വിട്ടതെന്ന് വെച്ചാൽ ഇത്രയും വളരെ ബേസിക്കായ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഓരോ ലെസനും എടുത്താൽ നമുക്ക് എങ്ങനെ അത് യൂസ് ചെയ്യണം എന്നുള്ളത് ഇപ്പം എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറയണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കതിനെപ്പറ്റി എങ്ങനെ പറയാൻ പറ്റും? വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ ഡിസ്കസീവ് ആയിട്ട് നമുക്ക് മെത്തേഡിലൂടെ അത് പോകാം. അതിനെ നിങ്ങൾ മറക്കണ്ട കേട്ടോ, അതെപ്പോഴും ഓർത്ത് പോകണം കേട്ടോ. മൂവിങ് ഓൺ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമ്മുടെ കോഴ്സ് എടുക്കുക. അപ്പോൾ ഈസി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിന് വേണ്ടിയിട്ടൊരു കോഴ്സ് ഉണ്ട്. ജൂൺ 16-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ 1630 രൂപയാണ്. അതുപോലെ ലക്ഷ്യം എന്ന് പറയുന്ന GK-ക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ക്ലാസ്സുകളുണ്ട്. അത് ജൂൺ 15-ാം തീയതി ആരംഭിക്കുന്നു, 6 മണി മുതൽ 9 മണി വരെ. ഈസി ഇംഗ്ലീഷ് 7:30 മുതൽ 9 മണി വരെ. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സുകളൊക്കെ സുലഭമായിട്ട് ലഭ്യമാകുന്നതാണ്. Y314 Y314 എന്ന എൻ്റെ കോഡ് ഉപയോഗിച്ചാൽ 1630 രൂപയിൽ നിന്ന് വീണ്ടും കുറഞ്ഞ 1400 ചില്ലറ രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. 6 മാസത്തെ കോഴ്സാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊരു കേരള PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ കോഴ്സിനെ അറ്റംപ്റ്റ് ചെയ്ത് പർച്ചേസ് ചെയ്ത് എടുക്കാവുന്നതാണ്. സ്റ്റഡി മെറ്റീരിയൽസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭിക്കും. ഒരു നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ മറക്കണ്ട, ഈ ഒരു ചാൻസ് നല്ലൊരു ചാൻസാണ് ഏറ്റെടുക്കുക. അതുപോലെ ഒരിക്കൽ കൂടി മറക്കണ്ട, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 എക്സാം പ്രിപ്പറേഷൻ ആപ്പായ EDA 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറക്കണ്ട, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്നതാകട്ടെ അല്ലേ. അതുപോലെ തന്നെ കോമന്റ് സെക്ഷനിൽ നിങ്ങളുടെ സജഷൻസ്, അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കും. ഇപ്പം ഞാൻ വേഗം ഡിസ്കസ് ചെയ്ത് ഫൗണ്ടേഷൻ കോഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്ത് വിട്ടു. ഒക്കെ കോമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ എന്തെങ്കിലും സജഷൻസ്, ഏതെങ്കിലും ടോപ്പിക് എടുക്കണമെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എനിക്ക് പറയാം. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വിടുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രാക്റ്റീവ് ആയിട്ട് പോട്ടെ. അപ്പോൾ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് വിൽ മീറ്റ് അഗൈൻ, വിൽ സീ അഗൈൻ. താങ്ക് യു വൺസ് അഗൈൻ ആൻഡ് ഗുഡ് നൈറ്റ്.